Welcome back to Landscape. ഹലോ സോ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പോവാൻ നിൽക്കാണ്. ഒരു 2 മിനിറ്റ് ലേറ്റ് ആണ് നമ്മൾ. 20 മിനിറ്റ് ഏകദേശം ലേറ്റ് ആണ്. അതെ. അപ്പോൾ ഇന്നെന്താ ഗൈസ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എത്തി. ഇവിടെ നമ്മുടെ ലക്ഷ്മി ചേച്ചി നമ്മളെ കൂടെ ഉണ്ട്. ലക്ഷ്മി ചേച്ചി കം ഹിയർ. നമ്മളെ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാനും നമ്മളെ സ്റ്റുഡൻസിനെ കാണാനും വേണ്ടിയാണ് ലക്ഷ്മി ചേച്ചി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. യെസ്, ജോർജിയയിലാണ് ഇപ്പം നല്ല മലയാളി കുട്ടികളെ ഭാവിയിലെ ഡോക്ടേഴ്സിനെ ഇപ്പം കുട്ടി ഡോക്ടേഴ്സ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യെസ്, എനിവേസ് നൈസ് മീറ്റിംഗ് യു. താങ്ക് യു. ഹലോ ക്ലാസ്മേറ്റ്സ്. ഇവർക്ക് ക്ലാസ്സിൽ പോയി വന്നതാണ്. ഞങ്ങള് ക്ലാസ്സിലൊന്നും പോയിട്ടില്ല. ഓക്കെ, she is very beautiful girl in this university. So this is university card. നമ്മൾ ഈ കാർഡ് വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ. സോ നമ്മളിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റി ഒന്ന് കാണിച്ചോ. ഇതാണ് നമ്മുടെ എൻട്രൻസ് ഏരിയ വരുന്നത്. ഇതിലുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇപ്പൊ ഇങ്ങനെ പുതിയ ഇൻടേക്കിന് വരുന്ന സ്റ്റുഡൻസ് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചു നീറ്റ് എഴുതാൻ പോകുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വീഡിയോ. ഇത് നമ്മുടെ തേർഡ് സെമസ്റ്റർ, സോറി 4th സെമസ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് ആണിത് അല്ലേ? സ്റ്റാർട്ടിംഗ് ഡേ ആണ്. സോ നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരണമെങ്കിൽ നീറ്റ് വേണോ, ലൈക്ക് നീറ്റ് കമ്പൽസറി ആണോ, അപ്പം നീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നീറ്റ് ഇവിടെ കമ്പൽസറി ആണ്. ഇപ്പം മിക്ക യൂണിവേഴ്സിറ്റിയിലും നീറ്റ് ഇല്ലാണ്ട് അഡ്മിഷൻ എടുക്കുന്നില്ല. ബട്ട് നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ നീറ്റ് ഇല്ലെങ്കിലും അഡ്മിഷൻ കിട്ടും. പക്ഷെ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബ്രോഡ് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ തിരിച്ചു പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. നീറ്റ് എന്തായാലും വേണം. ലൈക്ക് നാട്ടിൽ പോയി വർക്ക് ചെയ്യണമെങ്കിൽ നീറ്റ് കമ്പൽസറി ആണ്. ക്യാമറ നമ്മളതും അല്ല, എടുക്കാനും അറിയില്ല, വെറുതെ നോക്കി നിൽക്കാം. ഓക്കെ, അപ്പം ഇനി ഇവിടുത്തെ രജിസ്ട്രേഷൻ അക്കാഡമിക് സ്റ്റാർട്ടിങ് ആ ടൈമാണ്. ഇപ്പം രജിസ്റ്റർ ചെയ്യേണ്ടവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പം ഇവിടെ ഓപ്പൺ ആയി കിടക്കുകയാണ്. അയ്യോ, ഓപ്പൺ ആയി കിടക്കുകയാണ്. അങ്ങനെയല്ല, രജിസ്ട്രേഷൻ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം രജിസ്റ്റർ ചെയ്യേണ്ടവർക്ക് രജിസ്റ്റർ ചെയ്യാം. അതാണ് ഷെനോൺക. ഇങ്ങോട്ട് വരാനുള്ള വിസ പ്രൊസീജിയേഴ്സും ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്തത്? ഫസ്റ്റ് നമ്മുടെ ഏജൻസിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ദെൻ അവർ നമുക്ക് ഇവിടെ ഈ കൺട്രീനെ കുറിച്ചും നമ്മൾ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിനെ കുറിച്ചൊക്കെ ഓരോരോ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. എന്നിട്ട് നമുക്കത് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കൺഫേം ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, അവർ പറഞ്ഞു ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഹലോ മാം, അതായിരുന്നു നമ്മുടെ മെഡിക്കൽ ഹെഡ് ഷെറിൻ മാം. അങ്ങനെ നമുക്ക് പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിൻ്റെ. അത് നമുക്ക് ഏജൻസി തന്നെ പറഞ്ഞുതരും എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നുള്ളതൊക്കെ. പിന്നെ ബാക്കി ഇൻ്റർവ്യൂ നമ്മളിപ്പോൾ ലൈക്ക് വീഡിയോ കോൺഫറൻസ് ആണ് ഉണ്ടാകുന്നത് ഇൻ്റർവ്യൂ. എന്നിട്ട് പിന്നെ നമ്മൾ അതിൽ പാസ്സായാൽ നമ്മളുടെ ഫീ അടക്കാൻ പറയും. അത് കഴിഞ്ഞാൽ വിസ പ്രൊസീജിയേഴ്സും ബാക്കിയും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ വിസ കിട്ടിയാൽ ഇവിടേക്ക് ഫ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുള്ള ഒരു കുട്ടിയാണിത്. നമുക്ക് അവളുടെ അടുത്ത് ചോദിച്ചു നോക്കാം ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. So, how you managed to come to this university? Well, I saw one of your videos. Oh, thank you so much. Yes, and through that I found the university very good, and I contacted you guys for that. And So, how's the teachers? they are really good. They are cooperative and they help us a lot in everything. And do you feel this college is very strict? No, it's very good for academics. And one more thing, she is our first student who came through our YouTube channel. Yes. Okay. So, okay, bye. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് ക്ലിനിക്കൽസ് വരുന്ന ബ്ലോക്കാണ്. ഇപ്പം എന്ന് പറയുന്നത് നമുക്ക് ക്ലിനിക്കൽസും സ്റ്റഡീസും 2 ബ്ലോക്കിലായിട്ടാണ് വരുന്നത്. ആൻഡ് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഗവൺമെൻറ് ക്ലിനിക്കൽസ് ആണെങ്കിലും സ്റ്റഡീസ് ആണെങ്കിലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ബ്ലോക്ക് ഓപ്പൺ. ബ്ലോക്കിലൊരു പുതിയ ബിൽഡിംഗ് തന്നെ കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള മെഡിക്കൽ വരുന്നത് ഓപ്പൺ ആവും. ആൻഡ് ഈ സെമസ്റ്ററിൻ്റെ എൻഡ് ആവുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് മെഡിക്കൽ കോഴ്സ് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവും. ആ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ന്യൂ ടെക്നോളജീസും എല്ലാ ഫെസിലിറ്റീസും ആയിട്ടാണ് യൂണിവേഴ്സിറ്റി വരുന്നത്. സോ ഈ വീഡിയോയുടെ എൻഡിൽ നമ്മൾ യൂണിവേഴ്സിറ്റി കാണിക്കണമായിരിക്കും.
സോ ഹവ, എങ്ങനെയാണ് ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് വരുന്നത്? നമ്മുടെ ഫീ സ്ട്രക്ചർ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5,000 USD ആണ് ഫീ വരുന്നത്. അതിന് ലൈക്ക് നമ്മൾ കംപ്ലീറ്റ്ലി 1 ഇയറിൽ അടക്കണോ? ലൈക്ക് ഒറ്റയടിക്ക് നമ്മൾ അടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചില യൂണിവേഴ്സിറ്റിയിൽ ജോർജിയയിൽ ലൈക്ക് ഒറ്റയടിക്ക് നമ്മൾ ഫീ 5,000 ആണെങ്കിൽ 5,000 കംപ്ലീറ്റ് ആയിട്ട് അടക്കേണ്ടി വരും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആണ്. ഒരു ലൈക്ക് സെമസ്റ്റർ വൈസ് അടച്ചാൽ മതി നമുക്ക്. ഡു യു ഫീൽ ദി യൂണിവേഴ്സിറ്റി ഇസ് സ്ട്രിക്റ്റ്? യൂണിവേഴ്സിറ്റി സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് യൂണിവേഴ്സിറ്റി സ്ട്രിക്റ്റ് അല്ല. ലൈക്ക് നമ്മളോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ നമ്മുടെ അടുത്ത് പറയുന്നില്ല. എക്സാംസ് വരുമ്പോൾ എക്സാമിന് ടൈമിന് നമ്മൾ ഹാളിൽ കയറണം. അതിന് ലേറ്റ് ആയിട്ട് വരിക, ലൈക്ക് ക്ലാസ്സിന് ലേറ്റ് ആയിട്ട് വരിക, ഭയങ്കര അറ്റൻഡൻസ് ഭയങ്കര കുറവാവുക, അങ്ങനെയൊന്നും പാടില്ല. അങ്ങനത്തതല്ലാതെ വേറൊരു സ്ട്രിക്ട്നെസ് നമുക്ക് ഇവിടെ ഇല്ല. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ലെക്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്ക് എത്രയും ഡൗട്ട്സ് ചോദിക്കുക, അതിനൊരു ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും അവർ കാണിക്കില്ല. അപ്പോൾ എനിക്കതൊരു സ്ട്രിക്ട്നെസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് നമ്മളെ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. So registrations are open here. So those who want to take admission in GAU or know more about universities in Georgia can contact us.